സ്വാഗതം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താനായി ചേർന്ന സംസ്ഥാന CPM നേതൃയോഗങ്ങളിൽ സർക്കാരിനെതിരെയും അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. നേരത്തെ മുഖ്യമന്ത്രി തോൽവിയെക്കുറിച്ച് പറഞ്ഞത് ഭരണവിരുദ്ധ വികാരമല്ല, കാരണം BJPക്കെതിരായ വികാരം അത് UDFന് അനുകൂലമായതായിരുന്നു എന്നാണ്. എന്നാൽ ആ ഒരു വാദങ്ങളെ എല്ലാം തള്ളുകയാണ് ഭൂരിപക്ഷം നേതാക്കളും. ഇതിന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പോലും ഈ വിമർശനങ്ങളെ തള്ളിക്കളയുന്നില്ല എന്നതാണ് സത്യം. ഇടത് പാർട്ടി വോട്ടുകൾ പോലും ചോർന്നതിന് കാരണം ഭരണവിരുദ്ധ വികാരമാണ് എന്നാണ് സംസ്ഥാന സമിതിയിൽ ഭൂരിപക്ഷം നേതാക്കളും വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞില്ല. മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയും രൂക്ഷമായ വിമർശനമുണ്ടായിട്ടുണ്ട്. ജനക്ഷേമ പദ്ധതികളെല്ലാം തടസ്സപ്പെട്ടതും വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ കോടികൾ ചെലവഴിച്ച് നവകേരള സദസ്സ് പോലെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചതുമെല്ലാം വലിയ തിരിച്ചടിയായിട്ടുണ്ട് എന്നാണ് പാർട്ടി വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വിലയിരുത്തലുകൾക്ക് ശേഷം ശക്തമായൊരു തിരുത്തൽ നടപടികളിലേക്ക് കൂടി CPM കടക്കുകയാണെന്നാണ് വാർത്തകൾ. ദാവു സർ, പാർട്ടിക്കുള്ളിൽ പിണറായിക്കുള്ള ഒരു സ്വാധീനം അതായിരുന്നതിൻ്റെ ഒരു സൂചനയാണോ ഈ ഒരു വിമർശനം? അങ്ങനെ അതിഭയങ്കരമായിട്ട് അഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പം കഴിഞ്ഞ 2 ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിരുന്നു. ഇന്നലെ മുതൽ സംസ്ഥാന കമ്മിറ്റി, ഇന്നും നാളെയും സംസ്ഥാന കമ്മിറ്റിയുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ, ഈ ലീക്ഡ് റിപ്പോർട്ട്സാണ് നമ്മൾ കാണുന്നത്. നാളെ വൈകുന്നേരം കമ്മിറ്റി കഴിയും. ഒരുപക്ഷെ നാളെ വൈകുന്നേരം അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ ഗോവിന്ദ മാഷ് ഒരു ബ്രീഫിംഗ് നടത്തും. അദ്ദേഹം ഒരു ബ്രീഫിംഗ് നടത്തിയ ചിലതൊക്കെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകുമായിരിക്കും എന്താണ് അവർ തീരുമാനിച്ചതെന്ന്. അപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സെക്രട്ടേറിയറ്റിൽ വന്ന ചർച്ചകൾ അടിസ്ഥാനമാക്കി ഗോവിന്ദ മാഷ് ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ. ആ റിപ്പോർട്ടിനെ അധികരിച്ചാണ് ഇതിൽ പങ്കെടുക്കുന്ന സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ദിവ്യ സൂചിപ്പിച്ചതുപോലെ ജനക്ഷേമ പെൻഷനുകൾ അത് മുടങ്ങിയത്, അതേപോലെ സപ്ലൈകോ കാലിയായി കിടന്നത്, ഈ KSRTCയിലെ ഈ ശമ്പള പ്രതിസന്ധികൾ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ, ഭരണപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ആളുകൾ ഉയർത്തിയിട്ടുണ്ട്. ഭരണത്തിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ സാധിച്ചിട്ടില്ല. ഇത് ഗോവിന്ദ മാഷ്ടെ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. അത് ഭരണത്തിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഈ പറയുന്ന പ്രശ്നങ്ങൾ, പെൻഷൻ്റെ കാര്യം, സപ്ലൈകോയുടെ കാര്യം, ഇത്തരം കാര്യങ്ങൾ അത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് കേന്ദ്രം മര്യാദയ്ക്ക് ഫണ്ട് തരാത്തത് കൊണ്ടാണ്. പക്ഷേ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചില്ല എന്നുള്ള കാര്യമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. പിന്നെ പ്രതിനിധികൾ ഓരോരുത്തരായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അവർ നേതാക്കന്മാരുടെ നാക്കുപിഴ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ചില ആളുകൾ. മുഖ്യമന്ത്രി പൊതുവേദികളിലടക്കം എടുക്കുന്ന സമീപനം അത് ജനങ്ങളിൽ മടുപ്പുണ്ടാക്കുന്നു എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള വിമർശനങ്ങളാണ് വന്നിട്ടുള്ളത്. പൊതുവായി ഭരണത്തോടുള്ളൊരു വിപ്രതിപത്തി ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഈഴവ വിഭാഗത്തു നിന്നും SC/ST വിഭാഗത്തു നിന്നും വലിയ തോതിൽ വോട്ട് ചോർച്ചയുണ്ടായിട്ടുണ്ട്. അതെന്തുകൊണ്ടുണ്ടായി എന്ന് പരിശോധിക്കണം. ആലപ്പുഴയുടെയും കണ്ണൂരിൻ്റെയും വടകരയുടെയും കാര്യം പ്രത്യേകമായി ആളുകൾ എടുത്തു ചേർത്തിട്ട് ഈ 3 മണ്ഡലങ്ങളിൽ ഈ നിലക്കുള്ള സാമുദായിക വോട്ടുകൾ മാത്രമല്ല പാർട്ടി വോട്ടുകൾ തന്നെ ചോർന്നു പോയി എന്ന വിമർശനം അവിടെ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള ഒരു വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ, നോക്കൂ, ഇതിൻ്റെ ഒരാഴ്ച മുമ്പാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞു, ഇത് ഭരണകൂടത്തിനെതിരായിട്ടുള്ള, സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരപ്രകടനമല്ല, മോഡിക്കെതിരായിട്ടുള്ള വികാരപ്രകടനമാണ്. അപ്പോൾ മോഡിയെ എതിർക്കുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ പൊതുമനസ്സ്. മോഡിയെ എതിർക്കുന്നതിൽ കോൺഗ്രസ് ആണല്ലോ വലിയ പാർട്ടി, അതുകൊണ്ട് അവർ ജയിച്ചു. അതാണ് നമ്മുടെ സംസ്ഥാനത്തെ ഒരു പൊതുവായ പാറ്റേൺ. അതിലപ്പുറം എൻ്റെ രാജ്യമൊന്നും ചോദിച്ചാൽ ആരും ഇങ്ങോട്ട് വരണ്ട എന്ന് അദ്ദേഹം മുൻകൂട്ടി ഈ സംസ്ഥാന കമ്മിറ്റിക്ക് മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ കാണുന്ന ഒരു കാര്യം, ഈ പറയുന്ന മുഖ്യമന്ത്രിയെ നേരിട്ട് വ്യക്തിപരമായിട്ടല്ലെങ്കിലും സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുവാനുള്ള ഒരു ചെറിയ ധൈര്യം ഈ കമ്മിറ്റിയിൽ ആളുകൾ കാണിച്ചു എന്നുള്ളത് ശുഭകരമായിട്ടുള്ള കാര്യം. അപ്പോഴും ഞാൻ പറയുന്നു, ഈ സർക്കാരിനെതിരായിട്ടുള്ള പൊതുമനസ്സാക്ഷി എതിരാക്കുന്നതിൽ ഏറ്റവും വലിയ ഘടകമായിട്ടുള്ള ആഭ്യന്തര വകുപ്പ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നം എന്നുള്ളത് ഇനിയും ആ നിലയിൽ പുറത്തു വന്ന വാർത്തകൾ പ്രകാരം ആ ഒരു വിമർശനം അത്ര അളവിൽ ഉയർന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വിമർശനവും സ്വയം വിമർശനവും CPMൻ്റെ ഒരു ലൈനായിട്ട് അവർ പറയുന്നതാണ്. അവർ ആ നിലക്ക് സ്വയം വിമർശനം നടത്തുകയും
മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സമീപനങ്ങൾ, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനങ്ങൾ, അതേക്കുറിച്ച് തുറന്ന ചർച്ച ആ പാർട്ടിയിൽ നടക്കുകയും ചെയ്യുകയാണെങ്കിൽ അപ്പോഴേ തെറ്റുതിരുത്തൽ സാധ്യമാവുള്ളൂ. അപ്പോൾ ഇതിന് ശേഷം ഒരു മാർഗ്ഗരേഖ പുറത്തിറക്കുമെന്നാണ് പറയുന്നത്. ഒരു മാർഗ്ഗരേഖ സംസ്ഥാന കമ്മിറ്റി ചർച്ചകൾ കൂടെ സമാഹരിച്ചിട്ട് സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ് ഒരു മാർഗ്ഗരേഖ തയ്യാറാക്കുമെന്നാണ് പറയപ്പെടുന്നത്. മാർഗ്ഗരേഖ എന്നൊക്കെ പറയാൻ നമ്മൾ കാണാം, നേരത്തെ പാലക്കാട് പ്ലീനം ചേർന്നിട്ടുണ്ട്. പ്ലീനം ഒരു എന്താ അതിന് പറയുക, അവരുടെ ഒരു മാർഗ്ഗരേഖ അവർ തയ്യാറാക്കിയിട്ട് മൊത്തം പാർട്ടിക്ക് വേണ്ടിയിട്ട്, പാർട്ടി അണികൾക്ക് വേണ്ടിയിട്ട്, താഴെ ഘടകങ്ങൾ വരെയുള്ള ആളുകൾക്ക് വേണ്ടി. അതൊന്നും ഏതെങ്കിലും നിലക്ക് ഒരു ഇമ്പാക്റ്റ് പാർട്ടിക്കകത്ത് ഉണ്ടാക്കിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അടിസ്ഥാന പ്രശ്നം ഇതാണ്, വളരെ തുറന്ന മട്ടിൽ ചർച്ചകൾ നടക്കുകയും വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കുകയും തിരുത്തേണ്ടടുത്ത് തിരുത്തുകയും ചെയ്യാൻ പാർട്ടിക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അങ്ങനെ സാധിക്കാത്ത ഒരു അടഞ്ഞ അന്തരീക്ഷം ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകാം കമ്മിറ്റി സെക്രട്ടേറിയറ്റ് നടക്കുന്നതിൻ്റെ തലേ ദിവസം തോമസ് ഐസക് പരസ്യമായിട്ടൊരു വീഡിയോ പുറത്തിറക്കുകയാണ്. അസാധാരണമായ സംഭവമാണ്. എന്തുകൊണ്ട് തോറ്റു, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ആലോചിക്കാനാണ് സെക്രട്ടേറിയറ്റും ദെൻ സ്റ്റേറ്റ് കമ്മിറ്റിയും ചേരാൻ പോകുന്നത്. അതിൻ്റെ തലേ ദിവസം ഇദ്ദേഹം എന്തിനാണ് പരസ്യമായിട്ടൊരു വീഡിയോ പുറത്തിറക്കുന്നത്? അതിൻ്റെ കാരണം ലളിതമാണ്. നോക്കൂ, നമ്മൾ സംസാരിക്കണം, സംസ്ഥാന കമ്മിറ്റിയിൽ സംസാരിക്കണം. ആ എന്താ പറയുക, ഒരു ഘനീഭവിച്ച ഒരു അന്തരീക്ഷം, അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് തോമസ് ഐസക് ആ വീഡിയോ ഇട്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. തോമസ് ഐസക്കിന് മറ്റു ചില പരാതികളുണ്ട്. അദ്ദേഹത്തെ തോൽപ്പിക്കുന്നതിൽ പാർട്ടിയുടെ ചില ആളുകൾക്ക് പങ്കുണ്ടെന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് പത്തനംതിട്ടയിലെ പരാജയം അന്വേഷിക്കാൻ CPM ഒരു പ്രത്യേക കമ്മീഷനെ വെക്കാൻ എല്ലാ സാധ്യതയും വെക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആ നിലക്കാണ് അവിടുത്തെ ചില ഘടകങ്ങളുമായി ബന്ധപ്പെട്ട്, ചില നേതാക്കളുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള പരാതികൾ ഉണ്ട്. തോമസ് ഐസക്കിന് വളരെ ഗുരുതരമായ പരാതികളുണ്ട്. അപ്പം ഇതിൽ ഇത്രയും പുറത്തു വന്ന വാർത്തകൾ പ്രകാരം പിണറായി വിജയൻ്റെ സർക്കാരിനെതിരെ ചെറുതായിട്ടെങ്കിലും സംസാരിക്കാൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ തുനിഞ്ഞു എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ലക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത്. ബാക്കി ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനം നടത്തട്ടെ, അപ്പോൾ നോക്കാം. നിഷാദ്, ഈ വിമർശനങ്ങളുടെയൊക്കെ അവസാനം എന്തായിരിക്കും? ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അത് കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. പിണറായി മുന്നിൽ നിർത്തി തന്നെ ആയിരിക്കുമോ CPM ഇനിയും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചേരാൻ പോകുന്നത്? അത് CPIM നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്തൊരു സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പൊതുവികാരം, സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ അതിന്മേലുള്ള അടിക്കുറിപ്പ്, ഇതെല്ലാം ചേർത്തുകൊണ്ട് മാർഗ്ഗരേഖ ഇറക്കാൻ പോവുകയാണല്ലോ. ഒന്നാമത്തെ കാര്യം, ഈ പിണറായി വിജയൻ ഒരു സർവാധികാരിയായി നിൽക്കുന്ന പാർട്ടിയിൽ ക്രിയേറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവായിട്ടുള്ള വിമർശനങ്ങൾ നടക്കുമോ എന്ന ആ പാർട്ടിയെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ ആശങ്കയെ അസ്ഥാനത്താക്കും വിധത്തിൽ അതിനകത്ത് കുറച്ച് പ്രൊഡക്റ്റീവായിട്ടുള്ള ഡിസ്കഷൻ നടക്കുന്നു എന്നാണ് ഞാൻ ശുഭകരമായി കാണുന്ന കാര്യം. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിന് നൽകിയിട്ടുള്ളത് പുതിയ ചില പാഠങ്ങളാണ്. CPIM അവർ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തോറ്റു എന്നത് മാത്രമല്ല, കേരളത്തിൻ്റെ ഇലക്ട്രൽ പാറ്റേണിനകത്ത്, വോട്ടിംഗ് പാറ്റേണിനകത്ത്, സമുദായങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിനകത്ത് വളരെ അപകടകരമായ സൂചനകളും താല്പര്യങ്ങളും പ്രകടമാകുന്നു എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. അത് കേരളത്തിൻ്റെ പൊതുവായ പ്രശ്നമാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാത്രം പ്രശ്നമല്ല. ഇടതുപക്ഷത്തിൻ്റെ അടിസ്ഥാന വോട്ട് ബാങ്കിൽ ചോർച്ച ഉണ്ടാകുന്നതാണ് ഒറ്റനോട്ടത്തിൽ കാണാമെങ്കിലും കേരളത്തിന് ഒരു അലാമിംഗ് സിറ്റുവേഷനാണ് അത് എന്ന് കാണണം. അപ്പോൾ അതിനകത്ത് CPIM-നെ പോലെ ഒരു പാർട്ടി ആഴത്തിലുള്ള ചർച്ചകളും വിശകലനങ്ങളും നടത്തുകയും അടിയന്തരമായി അതിന് പരിഹാരം കാണാൻ, ഇപ്പോൾ ഈ സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിനകത്ത് പറയുന്ന ഒരു പ്രധാന കാര്യം, നമ്മുടെ അടിസ്ഥാന വോട്ട് ബാങ്കിനകത്ത് ഈ പ്രധാനപ്പെട്ട മേഖലകളിൽ വോട്ട് നഷ്ടമുണ്ടായിട്ടുണ്ട്, അത് ഗുരുതര സാഹചര്യമാണ്, അപ്പോൾ അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ട്, അതിനൊരു മാർഗ്ഗരേഖ തയ്യാറാക്കി നാം പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നാണ്. അത് CPM-നെ സംബന്ധിച്ചും ലെഫ്റ്റിനെ സംബന്ധിച്ചും ഇൻ ടോട്ടൽ കേരളത്തിൻ്റെ മൊത്തം സ്ട്രക്ചറിനെ സംബന്ധിച്ചും ഗുണപരമായ ഒരു കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞ പോലെ പിണറായി വിജയൻ തൻ്റെ സർക്കാരിന് എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്ന് വിചാരിക്കുന്ന ആളല്ല, അഡ്മിറ്റ് ചെയ്യുന്ന ആളല്ല. കാരണം എന്തെങ്കിലും ഒരു സ്വയം വിമർശനം നടത്തണമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ എന്ന് റിപ്പോർട്ടറിൻ്റെ എഡിറ്റർ നികേഷ് കുമാർ ഇൻ്റർവ്യൂവിൽ ചോദിക്കുമ്പോൾ ചെറ്റത്തരം പറയരുതെന്നാണ് പിണറായി വിജയൻ്റെ മറുപടി. നിങ്ങളെന്തെങ്കിലും തോന്നിയാസം പറഞ്ഞിട്ട് ഞാനെന്തെങ്കിലും വിലയിരുത്തണം എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. എന്ന് മാത്രമല്ല, ഇപ്പം ഈ നവകേരള സദസ്സ് നടക്കുമ്പോൾ രാവിലെ എല്ലാ ദിവസവും പ്രഭാത സദസ്സുണ്ട്. ആ സദസ്സിലെ ആളുകളിൽ നിന്ന് ഫീഡ്ബാക്ക് സ്വീകരിക്കുന്നു എന്നാണ് സർക്കാർ നമ്മളെ അറിയിച്ചിരുന്നത്. അപ്പോൾ ഞാൻ പിണറായി വിജയനെ കാണുമ്പോൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, ഒരാൾക്കും ഒരു നെഗറ്റീവ് അഭിപ്രായം സർക്കാരിനെ കുറിച്ചില്ല എന്ന്. എല്ലാവരും ഫീഡ്ബാക്ക് സ്വീകരിക്കുന്നതാണ്, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്സ് ഉണ്ടാവില്ല. പക്ഷെ അദ്ദേഹം പറയുന്നത് ആർക്കും ഈ സർക്കാരിനെ വളരെ പോസിറ്റീവ്. അപ്പം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ സർക്കാരിന് തിരുത്തേണ്ടതായി എന്തെങ്കിലും ഉണ്ടെന്നോ, എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നോ ഒരിക്കലും സമ്മതിക്കാത്ത ആളാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയൻ്റെ അധികാത്മവിശ്വാസത്തിന് മേലെയാണ് പാർട്ടി അങ്ങനല്ല, ചില കാര്യങ്ങൾ തിരുത്തേണ്ടതുണ്ട്, സമീപനങ്ങളിൽ ചില പ്രശ്നമുണ്ട്, നയത്തിൽ പ്രശ്നമുണ്ടെന്ന് പറയുന്നു. അത് ശുഭകരമായ കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ,
എന്തുകൊണ്ടാണ് ഈ MV ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ബന്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അത് നടപ്പിലാക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ ആയിരുന്നു, ഈ പദ്ധതികളായിരുന്നു, ഈ ജനക്ഷേമ പെൻഷൻ പോലെയുള്ള സംഗതി. അത് കൊടുക്കാൻ പറ്റിയില്ല. അത് കൊടുക്കാത്തതിൻ്റെ കാരണം കേന്ദ്ര സർക്കാർ നമ്മോട് കാണിച്ച ചിറ്റമ്മ നയമാണ്. അത് ജനങ്ങളിൽ എത്തിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു. കേന്ദ്ര സർക്കാർ കാരണമാണ് നടക്കാത്തതെന്ന് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ്. നവകേരള സദസ്സ് സംഘടിപ്പിച്ച എന്തിനാണ്? പരാതി സ്വീകരിക്കാനാണെങ്കിൽ വേറെ ഏർപ്പാടുണ്ടാവുമല്ലോ CMA ചോദിച്ചപ്പോൾ ഇത് അതിന് നടത്തുന്ന പരിപാടിയല്ല. മറിച്ച് എന്താണ് കേരളത്തിൻ്റെ അവസ്ഥ, BJP ഭരണകൂടം കേരളത്തോട് ചെയ്യുന്നത് എന്താണ്, ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ വളരെ സൃഷ്ടിപരമായി നടത്തുന്ന പരിപാടി എന്നാണ് എല്ലാ വിമർശനങ്ങളെ അതിജയിച്ചുകൊണ്ട് എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ കേരളം മുഴുവൻ നടന്ന് ആളുകളെ മുഴുവൻ വിളിച്ചുകൂട്ടി ഇത്ര കോടികൾ ചെലവാക്കി നടത്തിയ ഒരു പരിപാടി കൊണ്ട് കേന്ദ്ര സർക്കാർ കാരണമാണ് നമ്മൾ ബുദ്ധിമുട്ടിൽ നിന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ പരിപാടി അട്ടർ വേസ്റ്റ് ആയിരുന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ആരാണ് അതിന് ഇനീഷ്യേറ്റീവ് എടുത്തത്? ആരാണ് ആ പദ്ധതി ഇട്ടത്? ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പം ആ പരിപാടി ഉണ്ടാക്കിയത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രശ്നം ബോധിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ആ പരിപാടി ഉണ്ടാക്കിയിട്ടുള്ള വിരുദ്ധ ഫലങ്ങളെ കാണാം. ഈ സർക്കാർ ധൂർത്താണ്, ഈ സർക്കാരിന് അഹങ്കാരമാണ്, പ്രതിഷേധിക്കുന്നവരെ മർദ്ദിക്കുന്ന സർക്കാരാണ്, ഗൂണ്ടായുസത്തിൻ്റെ സർക്കാരാണ് എന്നടക്കമുള്ള വേറെ പ്രശ്നം കിടക്കുകയാണ്. രക്ഷാപ്രവർത്തനം എന്ന വാക്ക് മാതൃകാപരമായ രക്ഷാപ്രവർത്തനം എന്ന് ആവർത്തിച്ച് പറഞ്ഞ ഇവിടെയാണ്. അപ്പോൾ ഈ സർക്കാർ ഒരു അഹങ്കാര സർക്കാരാണെന്ന് ഫീൽ ഉണ്ടാക്കുന്നതിൽ ആ എക്സസൈസ് ഭയങ്കരമായി പങ്കുവഹിച്ചിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അത് പിണറായി വിജയൻ്റെ അഭിപ്രായം അത് ഗംഭീരമായ ഒരു ആശയവും അത് നടപ്പിലാക്കിയത് വളരെ പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നാണ്. അപ്പോൾ അത് അവർ മറച്ച് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ്റെ അഡമൻ്റായ ബോധ്യങ്ങളോട് അല്ല എന്ന് പറയാൻ ആ പാർട്ടി തയ്യാറാവുന്നുണ്ടെന്നാണ്. ഇപ്പോൾ ഡയറക്റ്റായിട്ട് പിണറായി വിജയൻ്റെ സമീപനത്തെയും ശൈലിയും ഒന്നും വിമർശിച്ചതിനെക്കുറിച്ചും നമ്മൾ കേൾക്കുന്നില്ല. പക്ഷേ ഇൻ ടോട്ടൽ സർക്കാരിൻ്റെ സമീപനത്തിൽ പ്രശ്നമുണ്ടെന്നുള്ളതാണ്. പിന്നെ നേരത്തെ ദാവ്സോയ് പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ എന്തുമാത്രം സീരിയസ് ആയി അഡ്രസ്സ് ചെയ്യും. ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ചില പ്രത്യേക വിഭാഗം ആളുകൾക്കെതിരെ വരുന്ന പരാതികളിൽ അതിവേഗത്തിൽ നടപടിയെടുക്കുന്നു, വേറെ കുറേ ആളുകളുടെ ഹെയ്റ്റ് മോങ്കറിങ്ങിനോട് ഒരു തരത്തിലുള്ള നടപടി എടുക്കുന്നില്ല എന്ന വിമർശനമാണ്. അപ്പോൾ അതിനെ CPM വളരെ ലാഘവത്തോടെയാണ് ഈ വിമർശനത്തെ കണ്ടിരുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഭാഷ എടുത്താൽ കുറേ സുഡാപ്പികൾ കിടന്ന് ഒച്ച വയ്ക്കുന്നു എന്ന മട്ടിൽ പോലും ആഭ്യന്തര വകുപ്പിനെതിരായി വരുന്ന വിമർശനങ്ങളെ കണ്ടിട്ടുണ്ട്. അത് പക്ഷേ ഈ സുഡാപ്പികളുടെ മാത്രം പ്രശ്നമായിരുന്നോ? എന്താണ് ഈ ഹെയ്റ്റ് മോങ്കേഴ്സ് ചെയ്തുകൊണ്ടിരുന്നത്? അവർ ചെയ്തുകൊണ്ടിരുന്നത് ഈ സർക്കാരിനെതിരായിട്ടുള്ള പണിയായിരുന്നു. ബാക്കി എല്ലായിടത്തും BJP എന്ന അതേ പ്രോജക്റ്റ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞ കുഴപ്പമാണ്. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ സർക്കാരും ഹിന്ദു വിരുദ്ധമാണ്. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലിരിക്കുന്ന പിണറായി വിജയൻ ഹിന്ദു വിരുദ്ധനാണ്. ഈ റിയാസ് എന്ന് പറഞ്ഞൊരു മുസ്ലിമാണ്. അയാളുടെ പൊളിറ്റിക്കൽ കരിയർ ഒന്നും നോക്കാതെ റിയാസ് ഒരു മുസ്ലിമാണ്. ആ മുസ്ലിമിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ശ്രമമാണ്. ഇത് അടിസ്ഥാനപരമായി ആത്യന്തികമായി സർക്കാരിനെ വീഴ്ത്താനും ലെഫ്റ്റിൻ്റെ അടിയളക്കാനുമുള്ള പണിയായിരുന്നു, ഹെയ്റ്റ് പ്രോജക്റ്റ് ആയിരുന്നു എന്ന് മനസ്സിലാക്കിയില്ല. ആരാണ് അതിൻ്റെ ഉത്തരവാദി? അപ്പോൾ ഈ ഇറങ്ങിപ്പോകുന്ന വോട്ടുകളുണ്ടല്ലോ, കാലാകാലങ്ങളായി ഫിക്സഡ് ആയിട്ട് കയ്യിലുണ്ടായിരുന്ന വോട്ടുകൾ, ആ ഇറങ്ങിപ്പോകാനുള്ള കാരണം ആരാണ്? പ്രോപ്പർ ആക്ഷൻ. എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ഈ പണി നടക്കാത്തത്? അവിടുത്തെ പോലീസും അവിടുത്തെ സർക്കാരും അത്രയും വിജിലൻ്റാണ് ഇതിൻ്റെ എല്ലാ വഴിക്കുള്ള വരവിനെ. ഇവിടെ അങ്ങനെയല്ല. പിണറായി വിജയൻ നിർവികാരനായി നോക്കി നിൽക്കെ ഇവിടെ വെറുപ്പ് സംഘങ്ങൾ കൂത്താടി. അവരാണ് ഇവരുടെ ഫിക്സഡ് വോട്ട് ബാങ്കിൽ നിന്ന് ആളുകളെ ഇറക്കിക്കൊണ്ടുപോയത്. ഈ സർക്കാരിനെ ഒരു മുസ്ലിം സർക്കാരാക്കി ചാപ്പയടിക്കുന്നു. മുസ്ലിം പ്രീണന സർക്കാരാണ്, വർഗീയ സർക്കാർ, മരുമോൻ സർക്കാർ എന്ന് ചാപ്പയടിക്കുന്നു. റിയാസിനെ പോലെ ഒരാളെ ഇങ്ങനെ ആക്കിയെടുക്കുന്നു. അപ്പോൾ അതിനകത്ത് പിണറായി വിജയൻ ഒന്നാമത്തെ ഉത്തരവാദിത്തമുണ്ട്. വെറുതെ നമ്മുടെ വോട്ട് ബാങ്ക് ആയിരുന്നു ഈഴവ സമുദായത്തിനകത്ത് നമുക്ക് വോട്ട് നഷ്ടപ്പെട്ടു എങ്ങനെയാണെന്ന് പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് ഈ സംഘത്തിൻ്റെ ഈ പ്രോജക്റ്റിനെ തടയാൻ പിണറായി വിജയൻ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം കൂടെ ചോദിക്കാൻ അവർക്ക് പറ്റിയാലാണ് അവരുടെ ഈ ചർച്ച പൂർത്തിയാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു. അതർവൈസ് അവരിത് പഠിക്കുമായിരിക്കും. കാരണം അവർ ഭയങ്കര അലാമിംഗ് ആയിട്ട് ഇതിനെ കാണുന്നുള്ളൂ. കാരണം ഈ വോട്ട് നഷ്ടമാണ് പ്രധാനം. വളരെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ നിന്ന് ഒഴുകിപ്പോകുന്ന വോട്ട് അവർ നന്നായി ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ബാക്കി എല്ലാ തവണത്തെയും പോലെ ഒരനുഷ്ഠാനം എന്ന നിലയ്ക്ക് CPIM ഈ ചർച്ചയെ അവസാനിപ്പിച്ച് കളയും എന്ന് വിചാരിക്കുന്നില്ല. സാധാരണ നിലയ്ക്ക് പിണറായി വിജയനെതിരെ കഴിഞ്ഞ ഒരു 10-15 വർഷമായി പിണറായി വിജയനെതിരെ CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റിക്കകത്ത് ഒരു വിമർശനം വരുന്ന വരെ നമ്മൾ കണ്ടില്ല. 2 ദിവസം കമ്മിറ്റി വിളിച്ചാൽ 1.5 ദിവസം കൊണ്ട് കമ്മിറ്റി കഴിയുന്ന എല്ലാവരും വൈകുന്നേരത്തെ ട്രെയിനിൽ വീട്ടിൽ പോകുന്നതാണ് കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ഇത്തവണ വിമർശിക്കാൻ തയ്യാറാവുന്നു. CPIMന് മാത്രമല്ല, CPIയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി പിണറായി വിജയൻ്റെ ധാർഷ്ട്യം കൊണ്ടാണ് ഈ കുഴപ്പമുണ്ടായതെന്ന് വിമർശിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പിണറായി വിജയൻ എല്ലാവരും കൂടി ഒതുക്കി ഇല്ലാതാക്കണം. പിണറായി വിജയൻ ഇപ്പോൾ തീരുമെന്നല്ല ഞാൻ പറഞ്ഞത്. പിണറായി വിജയൻ്റെ സമീപനത്തിലും ശൈലിയിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഓഡിറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആ പാർട്ടിക്കുണ്ട്. ആ പാർട്ടി അത് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്ന് കാണുന്നത് നല്ലതാണ്. അത് അവർക്ക് മാത്രമല്ല, എൻറ്റയർ കേരള പൊളിറ്റിക്സിന് അത് ഗുണം ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് അവരുടെ അവസാനിപ്പിക്കും.
അവർ ഫൈനലി തയ്യാറാക്കുന്ന മാർഗ്ഗരേഖ എന്തായിരിക്കും എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്ന കാര്യം. അത് വൃത്തിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് നോക്കാം. യെസ്, അതാണ് ഈ വിമർശനങ്ങൾ ഉൾക്കൊണ്ട് എത്ര കണ്ട ഏത് രീതിയിലുള്ള തിരുത്തലിന് CPM അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും തയ്യാറാകുമെന്ന് നമുക്ക് ഈ സംസ്ഥാന സമിതി കഴിയുമ്പോഴേക്ക് അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം.